ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുറേ കോവയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ. അത് കുറേ ദിവസങ്ങളായി. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം കുറേ പറിച്ചതാണ്. പിന്നെ എൻ്റെ കൈ എത്തിയല്ലാത്തടത്തൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഈ കോവലെന്ന് പറഞ്ഞാൽ നമ്മൾ പറിക്കും തോറും പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് കൂടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പറിച്ചേച്ച് പോയിട്ട് പിന്നെ നോക്കുമ്പോഴും അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കോവയ്ക്ക കിടക്കുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് അനുഭവം തോന്നിയിട്ടുള്ളത്. അപ്പോൾ കോവയ്ക്ക പറിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ കോവലിൻ്റെ വള്ളിയെല്ലാം അങ്ങോട്ട് ശരിക്കും വീശി വീശി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം കോവയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെയാണ് ഞങ്ങൾ കോവൽ കയറ്റി വിട്ടതൊക്കെ. മറ്റേത് അപ്പുറത്തെ സൈഡിലായിരുന്നു. അവിടെ ചെറിയൊരു വലയായിരുന്നേ. അപ്പോൾ അതിന് പോകാൻ ഒത്തിരി സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ അപ്പടി അങ്ങ് ഒരു വൃത്തിയായിട്ട് കിടക്കുക. അങ്ങനെ അത് മുറിച്ച് കളഞ്ഞേച്ച് പിന്നെ ഇത് കോവലിന് പിന്നെ നട്ടിട്ടൊന്നും കിളുത്തില്ലായിരുന്നു. ഞാനൊരു ദിവസം പറമ്പിൽ നോക്കിയപ്പോൾ ഒരു 2 തണ്ട് ഇങ്ങനെ കിളുത്ത് നേരത്തെ കളഞ്ഞ് തണ്ടേന്ന് കിളുത്ത് വന്നതാണ്. അതേ പിന്നെയും വള്ളി കെട്ടി കൊടുത്തു. എന്നിട്ടത് ഞാൻ കയറ്റി ഇതിലോട്ട് വിട്ടതാണ്. പക്ഷേ നല്ല രീതിക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ കോവയ്ക്ക അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അത്യാവശ്യം എല്ലാവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട്. നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞാണല്ലോ ഉള്ളത്. അപ്പം അതെല്ലാം കഴിഞ്ഞേച്ച് ഇനി ഞങ്ങൾ ശരിക്കും എന്നാൽ ഉള്ള കോവയ്ക്കയെല്ലാം പറിച്ചുകൊണ്ടൊക്കെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും കൂടെ പറിക്കാനും ഉള്ളപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഈ കണ്ണനൊക്കെ എൻ്റെ കൂടെ പറിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചായിരുന്നല്ലോ, കോവലൊക്കെ ഞാൻ ഹൈറ്റിലാക്കി വെച്ച്. കാര്യം വേറെ തലയിൽ മുട്ടുന്നെന്നും പണ്ട് ഇവരാരും കോവയ്ക്കൊന്നും പറിക്കാൻ കൂടെ കൂടാതിരുന്നത്. അതിനെന്നെ കളിയാക്കും. അമ്മയുടെ പൊക്കത്തിനനുസരിച്ച് അമ്മ കോവൽ താത്തിട്ടേക്കും എന്നും പറഞ്ഞിട്ട്. അപ്പം ചേട്ടൻ കോവയ്ക്ക പറിക്കുന്ന സമയത്ത് അവിടെ എല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം പറിച്ചുകൊണ്ട് വന്ന കൊന്നയുടെ കമ്പും എല്ലാം അവിടെ കിടക്കുകയാണ്. കൊന്നച്ചവറൊക്കെ എടുത്ത് വെച്ച് കമ്പെല്ലാം അവിടെ ഇട്ടതേ ഉള്ളായിരുന്നു. പിന്നെ ഇതെല്ലാം എൻ്റെ പണി തന്നെയാണ്. എന്നാ ചെയ്താലും എൻ്റെ ബാക്കി ഞാൻ തന്നെയാണ്. അല്ലാതെ വേറെ ആരും അതൊന്നും എടുത്ത് വെക്കാനോ അടുക്കി പെറുക്കാനോ ഒന്നും ആരും വരത്തില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ ഒന്ന് ഇറങ്ങി കമ്പെല്ലാം ഒടിച്ച് വെക്കേണ്ടതൊക്കെ ഒടിച്ച് വെച്ചും ബാക്കിയെല്ലാം ഒന്ന് മാറ്റി ഉള്ള സമയത്ത് അങ്ങ് തൂത്ത് വാരിയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര വെയിലാണ് ഇവിടെ. ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. അപ്പോൾ ഈ കോവയ്ക്കയെല്ലാം പറിച്ചതിന് ശേഷം വേണം ഇനി അടുക്കളയിലോട്ട് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കാനായിട്ട്. അപ്പം കണ്ണൻ രാവിലെ കടുങ്കാപ്പിയൊക്കെ കുടിച്ചേച്ച് പ്രത്യേകിച്ചൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. അവനങ്ങ് ട്യൂഷന് പോയി. ഇനി ഞാൻ വരുമ്പോഴത്തേക്കും അവൻ കഴിക്കത്തുള്ളൂ. എന്നാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുവേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അവിടെ എല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കലും എല്ലാമാണ്. പിന്നെ നമ്മുടെ ഹരിതകർമ്മയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ഇതുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട്. അതൊരു ചാക്കിനകത്തുണ്ട്. അപ്പോൾ ആ ചാക്കിനകത്ത് പ്ലാസ്റ്റിക് അപ്പം ഞാൻ രാവിലെ അടുക്കള നിന്നതിലേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെളിയിലെ സൈഡിലോട്ട് അങ്ങ് ഇടത്തേ ഉള്ളൂ. പിന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് അത് ചാക്കിനകത്തോട്ടാക്കി വെക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, വെളിയിലോട്ട് ഇറങ്ങി നോക്കുന്ന എല്ലാം പണിയാണ്, എല്ലാം ജോലിയാണ്. എല്ലാം ചെയ്താലും തീരുകയില്ല ചില സമയത്ത്. ഇനി ഈ റിങ്ങിനകത്ത് കിടക്കുന്ന ചാരമെല്ലാം ഇനി ഒന്ന് വാരിക്കളയണം. മഴയൊക്കെ ആകുന്നതിന് മുമ്പേ അതെല്ലാം ഒന്ന് സെറ്റാക്കണം. അങ്ങനെ അതുമെല്ലാം ഉണ്ട് ജോലി. പക്ഷെ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അത് ഒരു പ്രാവശ്യം പറിച്ച് വെച്ച് ഇപ്പോൾ ഒന്നും കൂടെ നോക്കാമെങ്കിൽ ഇഷ്ടം പോലെ കാണുകയുണ്ട്. വേണ്ട കിടക്കുന്ന പറഞ്ഞു ഇവിടെ കണ്ടോ അത്ര കണ്ടോ. ആണോ? പാടിയതൊക്കെ ഇതിപ്പോൾ ഒന്നും കൂടെ നോക്കാമെങ്കിൽ ഈ പറിച്ച് അത്ര തന്നെ ഇനിയും കിട്ടും. മിനിയാന്ന് ഞാൻ പറിച്ച ഇന്നിപ്പോൾ കണ്ടോ ഇവിടെ എങ്ങും ഇല്ലേ. നീറില്ല എന്നും പറഞ്ഞ് ഞാൻ കരച്ചിലായിരുന്നു. ഇപ്പം നീറിൻ്റെ അഭിഷേകമായി. ശരിക്കും കയറിയിട്ടുണ്ടല്ലേ. നീറ് കയറി കഴിഞ്ഞാൽ ഈ പുഴു ഒന്നും കയറിയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ നമ്മുടെ പറമ്പിലോട്ടൊന്ന് ഇറങ്ങി വന്നതാണേ. എന്നോട് ആരായിരുന്നു, ശ്രീദേവി ചേച്ചി എന്തോന്ന് ചോദിച്ചു, ഏലക്ക ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ഏലക്ക ഉണ്ടായിരുന്നെന്ന് സംഭവിച്ചതെന്നറിയാം. ഏലക്ക കാ പിടിച്ചപ്പോഴത്തേക്കും ഇച്ചിരി ചാണകവെള്ളം ഇങ്ങനെ കലക്കി അതിന് സത്യം പറഞ്ഞാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ എന്നാന്നറിയാം, ജൈവവളം. ഇവിടെയൊക്കെ ജൈവവളം കിട്ടുന്നതിനകത്ത് സെറാമിൽ നല്ലപോലെ ചേരുവേ. അത് മേടിച്ചേച്ച് ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്തു. വെള്ളമൊക്കെ ഒഴിച്ചു. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം ഉണങ്ങിപ്പോയി. അതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണങ്ങിയല്ലായിരുന്നു, കാ കിട്ടിയായിരുന്നു. നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി കറിവേപ്പില ഒടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാന്ന് പറയും, കറിക്കകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ടാണുള്ളതെന്ന് ഒരു രുചി. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. രാവിലെ കപ്പയും മീൻകറിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇന്നലെ മീൻ മേടിച്ചോണ്ട് അപ്പോൾ ഇച്ചിരി കൂടുതൽ മീൻ മേടിച്ചോണ്ട് വന്നായിരുന്നേ. ഇച്ചിരി അച്ചാറിടാനായിട്ട്. ഇനി അതെല്ലാം ഒന്ന് അരിഞ്ഞ് ചെറിയ പീസുകളാക്കി ഉപ്പും മുളകും പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് പുരട്ടി വെച്ചേക്കാണ്.
ഞാൻ അച്ചാറിടാൻ വേണ്ടി മീൻ വറക്കുന്നത് തവിടെണ്ണയ്ക്കകത്തേ വറക്കത്തുള്ളൂ. വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ ഒരച്ചാറും ഞാൻ ഇടാറില്ല കേട്ടോ. ഇത് നല്ലപോലെ എണ്ണ ഒന്ന് ചൂടാക്കി വെച്ച് ഇതുണ്ട ഈ ഒരു വലിപ്പത്തിൽ ചെറിയ പീസാക്കി മുറിച്ച് എല്ലാം പുരട്ടിയെടുത്തേക്കുവാണ്. ഇപ്പം രാവിലെ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം അത് ഇന്ന് രാവിലെ ഫ്രീസറിൽ ഇരുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഞാൻ ഇനി കുറേശ്ശെ കഴിഞ്ഞ ദിവസം നമ്മൾ അച്ചാറിട്ടിട്ട് അച്ചു ഇച്ചിരിയും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇല്ലായിരുന്നു, ശകലം ഞാൻ ചുമ്മാ ഒന്ന് പെട്ടെന്ന് ഇട്ടതായിരുന്നേ. ഇവിടെ മീനച്ചാർ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് തീരും ഇവിടെ. മീൻ തന്നെയല്ല, മാങ്ങായും അതെ. നാരങ്ങ മാത്രമേ ഉള്ളൂ ഇവിടെ വലിയ ചിലവില്ലാത്ത, അത് ഞാൻ മാത്രമേ കൂട്ടത്തുള്ളൂ. ചിലരിത് മുളകൊക്കെ പുരട്ടി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം അച്ചാറിടുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഇടുന്നില്ല, ഇങ്ങനെ തന്നെ ഇടുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും, ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക്. ഇച്ചിരി താമസം വരും. അതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള മീൻ വറക്കാനും മീൻ കറി, മീനുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ ഒരു മെഴുക്കുവരട്ടിയോ അങ്ങനെ ഉണ്ടെങ്കിൽ കറിയായി. അതേസമയം പച്ചക്കറി എത്ര വെച്ചാലും മീനോ ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു തൃപ്തിയാകത്തില്ല. ആരാണ് അച്ഛനാണോ കണ്ണനാണോ? കണ്ണനെ കയറിപ്പോ. ഉടുപ്പിട്ടിട്ടില്ല, ഉടുപ്പിട്ടിട്ടില്ല. അതിനെ വന്ന് കൊട്ടിയേച്ചാൻ പോയത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പയറും മെഴുക്കോട്ടി അങ്ങോട്ടുള്ള പയറെല്ലാം അരിഞ്ഞെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മീനെല്ലാം ഒന്ന് മൂത്ത് എല്ലാം ഒന്ന് എടുക്കട്ടെ, മൂപ്പിച്ചെടുക്കട്ടെ നല്ലപോലെ. ഇത്രയും മുഴുവനും വറുത്തെടുക്കണം. അപ്പം അത്രയും നേരം വെറുതെ വീഡിയോയിൽ നിൽക്കണ്ടല്ലോ. ഏതാണ്ടൊക്കെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. കമൻറ്റൊക്കെ എന്നോട് ബിജി പറഞ്ഞായിരുന്നു, ബിജി കമൻറ്റ് ഇട്ടിട്ട് റിപ്ലൈ തന്നിരുന്നു. ബിജി ഞാൻ റിപ്ലൈ തന്നായിരുന്നു, അന്ന് തന്ന് കാണത്തില്ല, കാര്യം ഇച്ചിരി താമസിച്ചാണ്. ഞാൻ പറഞ്ഞില്ല വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു കമൻറ്റൊക്കെ തരാൻ എല്ലാവർക്കൊക്കെ താമസത് എന്ന് തന്നെ ഏതാണ്ട് ബിജി കമൻറ്റ് ഇട്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഏതായിരുന്നു വേറെ ഏതാണ്ട് കൂടെ പറയാനുണ്ടായിരുന്നു. ആരോ ഒരാൾ കമൻറ്റ് ഇട്ടതായിരുന്നു, അതിനും റിപ്ലൈ തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്നായിരുന്നു എന്ന് മറന്നുപോയി കേട്ടോ. ഞാൻ ഇതൊന്ന് നോക്കി വെച്ചിട്ട് വന്നിട്ട് പറയാവേ. മീൻ അച്ചാറിടാനായിട്ട് ഇനി തുടങ്ങണേ. മീനെല്ലാം വറുത്ത് കേട്ടോ. ഞാൻ വറുത്തോണ്ടിരുന്നപ്പോൾ തൊട്ട് ഈ പിള്ളേർ വന്ന് അതിനകത്തുനിന്ന് എടുത്ത് കഴിക്കലായിരുന്നു പരിപാടി. മീൻ വറുത്ത എണ്ണയും കൂടെ ഞാൻ അതിനകത്തോട്ട് എടുത്തേച്ച് എണ്ണ ഒന്ന് ചൂടാട്ടെ. അത്രയും മീൻ വറുത്തിട്ട് ഇത്രയേ ഉള്ളൂ. ഇതുണ്ട്, ഇതേ ഉള്ളൂ. കടുകിട്ടു, അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇവർക്ക് ഇഞ്ചിയൊന്നും ഈ അച്ചാറിനകത്തൊന്നും കിടന്നങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ ഇഞ്ചിയൊക്കെ നല്ലപോലെ അതിനകത്തിട്ടങ്ങ് മൊരിച്ചങ്ങെടുക്കും. വെളുത്തുള്ളി ഇടുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല, പെറുക്കി മാറ്റി വെക്കും. ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്തു, കടുകൊക്കെ നല്ലപോലെ പൊട്ടി. ഇനി അതിലേക്ക് വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ ഒന്ന് പച്ചപ്പ് മാറിയേച്ചാണ് അതിനകത്തോട്ട് മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. മുളക് പൊടി, കായപ്പൊടി, പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ചേർക്കുക. ഇത് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഞാനിങ്ങനെ ആട്ടോ അച്ചാറിടുന്നത്.
മീനച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടുന്നവരൊക്കെ കാണും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടുന്നതിന് എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് എൻ്റെ അമ്മ വെക്കുന്ന എന്നെ വെച്ചത് നല്ല ടേസ്റ്റാണ്. അമ്മയുടെ കൈപ്പുണ്യം എനിക്കും കിട്ടിയേക്കുന്നത്. എന്നിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. ഇവിടെ ഇവർക്ക് മീനച്ചാറിന് നല്ല ഗ്രേവിയും വേണം. വെള്ളം ശകലം പോലും ഞാൻ ഒരച്ചാറിനും വെള്ളം ചേർക്കത്തില്ലേ. ഇപ്പം നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്തു. മണം അടിച്ചായിരിക്കും. കറിവേപ്പില എണ്ണയ്ക്കകത്തോട്ട് ഇടണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി. എന്നാൽ ഈ കറിവേപ്പില ഇപ്പോൾ ഒന്നിനും എടുക്കാതെ വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ കറിവേപ്പില ചേർക്കുന്ന കാര്യമേ മറന്നുപോയി. എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തേച്ച് വേണമായിരുന്നു. ഇത് പിന്നെ അധികം ദിവസമൊന്നും ഇരിക്കുകയല്ല നീ അച്ചാർ. ഇപ്പം 2 ദിവസം കൊണ്ട് തീരും. ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാനായിട്ട്. ഈ മീനിടെന്ന് പറഞ്ഞാൽ മീൻ തന്നെ തിന്നാനായിട്ടല്ലേ. പിന്നെ ഇച്ചിരി ഉപ്പിയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മീനും കൂടെ ചേർക്കട്ടെ. അയ്യോ, ഒരെണ്ണേ വേളൂ. പാത്രത്തിന് നല്ല ചൂടാണ് കേട്ടോ. കേരയായിരുന്നു കിട്ടിയതേ. കേരയാണേലും അച്ചാറിടാൻ നല്ല കേട്ടോ. എനിക്ക് പക്ഷേ മോദ അച്ചാറിടുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചൂര അച്ചാറിടും, കേര അച്ചാർ. പക്ഷെ മോദയാകുമ്പോൾ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം. ഇത് മീൻ നല്ലപോലെ മൂപ്പിച്ചാണ് എടുക്കുന്നത്. ചെറുതായിട്ട് വറുത്തല്ല, നല്ലപോലെ മൂപ്പിച്ചാണ് എടുക്കുന്നത്. അല്ലേ ഒത്തിരി മൂക്കാതെ എടുത്തോണ്ടല്ലോ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അച്ചാർ അങ്ങ് വല്ലാതാകും. ഉപ്പ് നോക്കാനാണോ? ഇത്രയും പോലെ ഉപ്പ് നോക്കേണ്ടത്. ഇതിൽ കൂടുതൽ വേണോ? എത്രയും തിന്നണ്ട, എത്രയും നിന്നാൽ മതി. എങ്ങനെയുണ്ട് ഉപ്പും പുളിയൊക്കെ? ഗ്രേവി ഉള്ളവോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഈ അച്ചാർ ഇവിടെ വെച്ചിട്ട് പോയാൽ വരുന്നത് വരെ തീരുമോ ഇത്? അല്ല, കാണുമോ ഇത്? ഇങ്ങനെ അമ്മയുടെ ആഗ്രഹം പോലെ മോള് തീർക്കാൻ നിൽക്കണ്ട കേട്ടോ. മൊത്തം തീർക്കല്ലേ അയച്ചു. എനിക്ക് ആ കുപ്പിയിലോട്ട് ഇടാനെങ്കിലും ഇച്ചിരി ഒന്ന് കാണണേ കേട്ടോ. ആ, മൊത്തം തീർക്കരുത്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? വെളുത്തുള്ളി ഉള്ളത് എനിക്കൊന്നറിയാം. മീൻ നിങ്ങൾക്കും വെളുത്തുള്ളി എനിക്ക് വേണ്ട. എനിക്കിപ്പോൾ ചുമയാണ്. വേണ്ട. എരിവ് കഴിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ചുമയ്ക്കുന്നു. അപ്പം നമ്മുടെ മീൻ അച്ചാറൊക്കെ സെറ്റായി കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് വലിയ കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര ചുമയാണ്. ഞാൻ ഇന്നലെ മുട്ടയ്ക്ക് പറഞ്ഞു കേട്ടോ, കിട്ടിയില്ല. ഇന്ന് കൊണ്ടുവന്നോ? എന്നാൽ ഇല്ല, ഇന്ന് രാവിലെ കൊണ്ടുവന്ന. കപ്പ മേടിച്ചപ്പം കൊണ്ടുവന്ന. ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം നമ്മുടെ അച്ചാർ സെറ്റ്. ഇതെന്നാന്ന് മനസ്സിലായോ? ഞാനിവിടെ അച്ചു ഇങ്ങനെ ആയാൽ ശരിയാകുകയില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും കൂടെ വേണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ അരി ഞാനിവിടെ മീൻ വറുത്തുകൊണ്ടപ്പോഴത്തേക്ക് അച്ചു വറുത്ത് വെച്ചേക്കുന്ന. ഇനി വൈകിട്ട് ഇത് പൊടിച്ചു കൊടുക്കണം. ഇപ്പം ഏലക്കായ ഇതുണ്ടോ, ഏലക്കായൊക്കെ ഇട്ട് പിന്നെ ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം കാണുന്നില്ല, അടിയിലൊക്കെയാണ്. ജീരകം ഇട്ടാണ് വറുത്ത് ഇത് ഓഫ് ചെയ്യാറാകുമ്പോഴേ ഏലക്കയും ജീരകമൊക്കെ ചേർക്കത്തില്ല. ആർക്ക്? അച്ഛൻ ചോദിച്ചില്ലല്ലോ ഇതിന്. കണ്ണം മോനോ? എപ്പം മുതല്?
എൻ്റെ ദൈവമേ, അയ്യോ വേണ്ട വേണ്ട, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പന് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ്. ആ കൂടെ അവക്കും കൂടെ ഒന്ന് അട്ടൂട്ടനും കൂടെ ഒന്ന് ഒരു അട്ടൂട്ടൻ. ഇപ്പം നമ്മുടെ ഈ അരി വറുത്തതും എല്ലാം ഇനി നമുക്ക് വൈകിട്ട് അരി ഇത് വറുത്ത് എന്നാളേണ്ട ആരാണ്ട് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു അരി വറുത്ത് പൊടിക്കുന്നതെന്ന്. ഞാൻ ഇനി ഇതിൻ്റെ കൂടെ എന്നൊക്കെ ചേർക്കുന്നതെന്നുള്ള അരിയേണ്ട മാതിരിയാണ് എടുക്കുന്നത്. അച്ചു മതി, എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഇനി എടുത്താൽ ഞാൻ ശരിയാക്കും. അപ്പം ഇനി തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ടെ. അപ്പം ഇനി നമുക്ക് വൈകിട്ട് കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട്. ജെല്ലൊക്കെ അടച്ചിരുന്നുണ്ടോ പൂച്ച കയറി അച്ചാറ് തിന്നൂന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ നീ ജെല്ലെല്ലാം അടച്ചല്ലോ പൂച്ച കയറാതിരിക്കാണ്ട. ഈ അടുക്കള ഞാനൊന്ന് പൂട്ടട്ടെ. അടുക്കള പൂട്ടി താക്കോൽ കൊണ്ട് പോകാം. ഇവിടുത്തെ വലിയ പൂച്ചകളല്ലെങ്കിൽ അടുക്കളയിൽ കയറും. അതുകൊണ്ടാണ്. കണ്ടോ ഒന്നുകൂടിന്ന് തീർക്കല്ലേടി. കുപ്പിക്കകത്ത് ഇടാൻ ഞാൻ വരുമ്പം ഈ ചട്ടകം മാത്രം ഇതിനകത്ത് കാണുള്ളൂ. അതോ വേണ്ട, നീ കണ്ണെടുക്കാൻ നീ നോക്കണ്ട. നിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. എല്ലാ അച്ചാറെല്ലാം കൂടെ തിന്നേച്ച് ലാസ്റ്റ് വയറിനകത്ത് പോകച്ചിൽ വരല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അച്ഛന് വേണ്ടി തന്നെ കേട്ടോ ഈ അച്ചാറിട്ടത്. എന്നാന്ന് വെച്ചാൽ രാവിലെ ഇവക്ക് ഈ അടയൊക്കെ ഉണ്ടാക്കുമ്പം മീനില്ലെങ്കിൽ പെണ്ണൊന്നും കഴിക്കുകയല്ല. അച്ചാറുണ്ടെങ്കിൽ പിന്നെ അച്ചാർ കൂട്ടി കഴിച്ചോളും. ചൂടാറട്ടെ, ചൂടാറിയിട്ട് കുപ്പിയിലാക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, പക്ഷേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ തീർക്കല്ലേ. നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ചാറ് മിച്ചമുണ്ടോ പാത്രത്തിൽ? ഈ മുറി മൊത്തം ഇവിടെ ഹാളിലെല്ലാം അച്ചാറിൻ്റെ മണമാണല്ലോ കണ്ണ. പിന്നെ നിന്റെ വായിൽ തന്നെ ആയിരുന്നല്ലോ എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ. വെളുത്തുള്ളി പൊളിച്ച് തൊലിയ. ഇതേണ്ട വിനാഗിരി എല്ലാം മീനിലേക്ക് കയറി പിടിച്ചു കേട്ടോ. എനിക്ക് അച്ചാറിനകത്ത് ഗ്രേവി ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഒരു കുപ്പി എടുത്ത് അതിനകത്ത് ആട്ടില്ല, ശരിയാകുകയല്ല. ഇങ്ങനെ ഈ അച്ചാറെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടല്ലോ, അതിനകത്തിട്ട് കുറച്ച് ചോറിട്ട് കഴിക്കണം. ആർക്കൊക്കെ വേണം അതിനകത്തിരുന്ന ചോറ്? നിനക്ക് തരും ഞാൻ. വേണ്ടത് ഞാൻ വാരിത്തരാം. എന്നിട്ട് ഇതിനകത്തിട്ട് ഇട്ടിട്ടുണ്ടല്ലോ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വാരി കഴിക്കണം. എന്നാ ടേസ്റ്റാന്നറിയാം. ഞാൻ വാരി കൊടുക്കട്ടെ, ഞാൻ കഴിക്കുക. എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അരിയെ ഞാൻ ആദ്യം മിക്സിയിലിട്ട് ആദ്യത്തെ ട്രിപ്പ് ഞാൻ പൊടിച്ചു കേട്ടോ. അതാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടെ അടുത്തത് പൊടിക്കാനായിട്ട് എടുത്ത് അത് പൊടിച്ചേച്ച് ബാക്കി പറയാം. ഇതിലേക്ക് ഇനി ശർക്കര ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ടിയായിട്ടിരിക്കുന്ന ശർക്കരയും കൂടി ഇട്ടൊന്ന് പൊടിച്ച് എടുക്കേ. ശർക്കര ഇട്ടത് ഇനി പൊടിച്ച് വെച്ച് അന്നേരം ഇതിപ്പോൾ ഇങ്ങനെ പൊടിയായിട്ടിരിക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് പൊടിക്കണം, എന്നാലേ കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. നമുക്ക് ഇതുണ്ട് ഉരുട്ടിയെടുക്കാവുന്ന ഇതിലാകണ്ട കട്ട പോലെ കിട്ടുന്നതുണ്ടോ. തേങ്ങയും കൂടി ഇട്ട് പൊടിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് പൊടിച്ചെടുത്താണ് ഇനി ഇത്. ഇത്രയേ ഉള്ളൂ ഞാൻ ഈ അരിയുണ്ട ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരിയുണ്ട ഉണ്ടാക്കേണ്ടെടുക്കുന്നത്. ഇനി അത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് എല്ലാവർക്കും കൂടെ കഴിക്കാൻ കൊടുക്കത്തേയുള്ളൂ. അതിപ്പോൾ തന്നെ തീരും ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ലിജോ എന്നോട് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിജോ ഒരു വലിയ ഹായ്. കാര്യം ലിജോ എനിക്ക് അതുപോലെ സപ്പോർട്ടാണ്. വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയും, ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഹായ് പറഞ്ഞേക്കുന്നു ലിജോയ്ക്ക്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കാര്യം ചോദിച്ചായിരുന്നു ലിജോയോട്. ലിജോയാണോ ലിജോ കെ മാത്യു എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഒരു മറുപടി കണ്ടില്ല. എന്തെങ്കിലും ഒരു മറുപടി തരണേ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.